ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് കുരുക്കുമുറുകുമ്പോൾ പുകമറ സൃഷ്ടിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാൻ CPM നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ ഓരോന്നായി പൊളിയുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മുൻ മന്ത്രി KK ശൈലജ ടീച്ചറുടെ ഒരു പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വന്നത്. പാരഡികൾ പലതും ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷം എന്നാണ് KK ശൈലജ ടീച്ചർ പറഞ്ഞത്. സർക്കാരിനെ വെള്ളപൂശാൻ ടീച്ചർ ഇറക്കിയ കുറിപ്പിന് താഴെ ഇപ്പോൾ ഭക്തരുടെ കനത്ത പ്രതിഷേധമാണ് ഇരമ്പുന്നത്. ടീച്ചറെ, അയ്യപ്പന്റെ സ്വർണം കട്ടവർക്ക് കുട പിടിക്കുന്നത് നിർത്തൂ എന്ന നിലവിളികളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത്. VD സതീശനും UDFും ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെ വർഗീയവൽക്കരിക്കാൻ നോക്കിയ CPM ഇപ്പോൾ സ്വന്തം നേതാക്കൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിയർക്കുകയാണ്. ശൈലജ ടീച്ചറുടെ പ്രതികരണത്തിന്റെ ആ ഒരു പോസ്റ്റിന് താഴെ സാധാരണക്കാരായ ഭക്തർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ CPM സൈബർ പോരാളികൾക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് സത്യം. കടകംപള്ളിയെ സംരക്ഷിക്കാൻ നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? സ്വർണം കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം വകുപ്പിൽ വഴിവിട്ട സഹായം നൽകിയത് ആരാണ്? തുടങ്ങിയ ചോദ്യങ്ങൾ കമന്റ് ബോക്സ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. സത്യം പുറത്തു വരുമെന്ന് ഭയന്നാണോ ഈ മുൻകൂർ ജാമ്യം എടുക്കൽ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ശബരിമലയെ തകർക്കാൻ ആചാരലംഘനം നടത്തിയവർ ഇപ്പോൾ അവിടുത്തെ സ്വർണത്തിലും കൈവച്ചിരിക്കുന്നു എന്ന സത്യം കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. 2019 സ്വർണ്ണക്കൊള്ള നടന്ന കാലയളവിൽ കടകംപള്ളിയും പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം അക്കമിട്ട് പരിശോധിക്കുകയാണ്. കടകംപള്ളി നൽകിയ ആദ്യ മൊഴി കള്ളമാണെന്ന് SIT കണ്ടെത്തി കഴിഞ്ഞു. ഭക്തരുടെ ആത്മവിശ്വാസത്തെ മുറിപ്പെടുത്തിയ ഈ കൊള്ളയിൽ CPMലെ വൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട്. അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ CPMന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പലരും അഴിയെണ്ണേണ്ടി വരുമെന്നത് ഉറപ്പാണ്. അതുപോലെ ശബരിമലയിലെ ഈ അഴിമതി വെറുമൊരു മോഷണമല്ല, മറിച്ച് CPM ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന സംഘടിത കൊള്ളയാണ് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. VD സതീശൻ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വന്നപ്പോഴാണ് വർഗീയതയുടെ മറ പിടിക്കാൻ CPM ശ്രമിച്ചത്. എന്നാൽ സ്വർണം കട്ടവർക്ക് ജാതിയോ മതമോ ഇല്ലെന്നും അവർ വെറും കള്ളന്മാരാണെന്നും കോൺഗ്രസ് ആവർത്തിച്ചു പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ ഈ കേസിൽ അകത്താകാൻ പോവുകയാണ്. സർക്കാരിനെ വെള്ളപൂശാൻ ശൈലജ ടീച്ചറെ പോലുള്ളവർ എത്ര പോസ്റ്റുകൾ ഇട്ടാലും സത്യം സൂര്യപ്രകാശം പോലെ പുറത്തു വരുമെന്നത് ഉറപ്പ്.